ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ എവിടെയാണ്? സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതാക്കൾക്ക് ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കാൻ അവകാശമുണ്ടോ? കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും പ്രഭാതഭക്ഷണയോഗത്തിൽ കോർട്ടിയർ വാച്ചുകൾ ധരിച്ചെത്തിയതിനെ തുടർന്ന് രാജ്യത്തുയർന്ന ഏറ്റവും പുതിയ വിവാദം ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം തേടുന്നത്. സോഷ്യലിസ്റ്റ് പ്രതിച്ഛായയുള്ള നേതാക്കളെ വ്യാജ സോഷ്യലിസ്റ്റുകളെന്ന് വിളിച്ച് ബി.ജെ.പി. നടത്തിയ ആക്രമണം വ്യക്തിഗത സമ്പത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളുടെയും വൈരുദ്ധ്യം വീണ്ടും ചർച്ചയാക്കി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാച്ചുകൾ ധരിക്കുന്ന ഈ നേതാക്കൾ ചെലവ് ചുരുക്കലിനെക്കുറിച്ചും ദരിദ്രർക്ക് അനുകൂലമായ ഭരണത്തെക്കുറിച്ചും സംസാരിക്കുന്നതിലെ ആത്മാർത്ഥതയാണ് രാഷ്ട്രീയ എതിരാളികൾ ശക്തമായി ചോദ്യം ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന സിദ്ധരാമയ്യയെയാണ് ബി.ജെ.പി. പ്രധാനമായും ലക്ഷ്യമിട്ടത്. മുഖ്യമന്ത്രി ധരിച്ച സാന്റോസ് ഡി കാർട്ടിയർ വാച്ചിന് ഏകദേശം 43 ലക്ഷം രൂപ വരെ വിലയുണ്ടെന്ന് ബി.ജെ.പി. ആരോപിച്ചു. കർണാടകയിലെ ജനങ്ങൾ വരൾച്ചയും തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളും കൊണ്ട് പൊരുതുമ്പോൾ നമ്മുടെ ലളിത സോഷ്യലിസ്റ്റ് മുഖ്യമന്ത്രി ആഡംബരത്തിലാണ് എന്നായിരുന്നു ബി.ജെ.പിയുടെ വിമർശനം. 70 ലക്ഷം രൂപ വിലയുള്ള ഹ്യൂബ്ലോട്ട് വാച്ച് ധരിച്ചതിന് 2016-ൽ അദ്ദേഹം വിമർശനം നേരിട്ടിരുന്നു. അന്ന് അദ്ദേഹം വാച്ച് സർക്കാരിന് കൈമാറി സംസ്ഥാനത്തിന്റെ ആസ്തിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ വിവാദത്തോട് പ്രതികരിച്ച ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ തന്റെ കാർട്ടിയർ വാച്ച് 24 ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡ് വഴി ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിയ ഒന്നാണ് എന്ന് വ്യക്തമാക്കി. എന്നാൽ ബി.ജെ.പി. വക്താവ് പ്രദീപ് ഭണ്ഡാരി ഈ നടപടിയെ സ്വിസ് ആഡംബര പതിപ്പ് സാമൂഹിക നീതിയെന്നും സാധാരണക്കാരന്റെ മിശിഹ എന്ന പ്രതിച്ഛായയ്ക്ക് ഇത് ചേരുന്നില്ല എന്നും വിശേഷിപ്പിച്ചു. കോൺഗ്രസ് എം.എൽ.എ. റിസ്വാൻ അർഷാദാകട്ടെ പ്രധാനമന്ത്രിയുടെ ആഡംബര വസ്തുക്കളെക്കുറിച്ച് ബി.ജെ.പി. മൗനം പാലിക്കുന്നത് ഇരട്ടത്താപ്പാണോ എന്ന് ചോദിച്ച് വിമർശനം രാഷ്ട്രീയ പ്രേരിതമായി തള്ളിക്കളഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആഡംബരത്തിന്റെ പേരിൽ ഏറ്റവും വലിയ വിമർശനം നേരിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2015-ൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി ധരിച്ച സ്വന്തം പേര് തുന്നിച്ചേർത്ത സ്യൂട്ടായിരുന്നു വിവാദങ്ങൾക്ക് കാരണം. 10 ലക്ഷം രൂപ വരെ വിലയുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഈ സ്യൂട്ടിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുകയും മോദിയുടെ സർക്കാരിനെ സ്യൂട്ട് ബൂട്ട് കി സർക്കാർ എന്ന് പരിഹസിക്കുകയും ചെയ്തു. വിവാദത്തെ തുടർന്ന് മോദി ഈ സ്യൂട്ട് ലേലം ചെയ്യുകയും അത് 4.31 കോടി രൂപയ്ക്ക് വിറ്റ് ഗംഗാ ശുദ്ധീകരണ ദൗത്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു. പൊതുപ്രവർത്തനത്തിൽ ലാളിത്യം ഒരു ധാർമ്മിക ബാധ്യതയായി കണക്കാക്കപ്പെടുന്ന കേരളത്തിലും നേതാക്കളുടെ ആഡംബര വസ്തുക്കളുടെ ഉപയോഗം ചർച്ചാവിഷയമായിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ് 2025 മാർച്ചിൽ ഡൽഹി സന്ദർശനവേളയിൽ എംപോറിയോ അർമാനി ബ്രാൻഡിന്റെ ഹാൻഡ്ബാഗ് ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിനിടയാക്കി. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മന്ത്രി ആഡംബര ബ്രാൻഡ് ഉപയോഗിക്കുന്നതിലെ വൈരുദ്ധ്യം വിമർശകർ ഉയർത്തിക്കാട്ടി. സോഷ്യൽ മീഡിയ ഉപയോഗകർത്താക്കളുടെ കണക്കനുസരിച്ച് ഈ എംപോറിയോ അർമാനി ടോട്ട് ബാഗിന് 50,000 രൂപ വരെ വിലമതിപ്പുണ്ടായിരുന്നു. ആശാപ്രവർത്തകരുടെ ദുരിതവുമായി താരതമ്യം ചെയ്തുകൊണ്ട് പലരും മന്ത്രിയുടെ ആഡംബരത്തെ ചോദ്യം ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ധരിച്ച ക്ലൗഡ് ടിൽറ്റ് ഷൂസിന് ലക്ഷങ്ങൾ വിലയുണ്ടെന്ന് ആരോപിച്ച് CPM സൈബർ ഹാൻഡിലുകൾ പ്രചാരണം നടത്തിയിരുന്നു. ഈ ഷൂസിന്റെ വില 3 ലക്ഷം രൂപ വരെയാണ് ആരോപിക്കപ്പെട്ടത്. എന്നാൽ ഈ പ്രചാരണം വ്യാജമാണെന്ന് പിന്നീട് വ്യക്തമായി. സതീശന്റെ ഷൂസിന്റെ യഥാർത്ഥ വില ഏകദേശം 9,529 രൂപ മാത്രമാണെന്നും സുഹൃത്ത് ലണ്ടനിൽ നിന്ന് 70 പൗണ്ടിന്, അതായത് ഏകദേശം 9,000 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ രാഷ്ട്രീയ പ്രചാരണത്തെ അദ്ദേഹം ശക്തമായി പരിഹസിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നുവരുന്ന ആഡംബര വിവാദങ്ങൾ ഒരു പൊതുപ്രവർത്തകന്റെ വ്യക്തിഗത സമ്പാദ്യവും ചെലവുകളും എത്രത്തോളം പൊതുപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു സുപ്രധാനമായ ചോദ്യമാണ് ഉയർത്തുന്നത്. സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറിന്റെയും വാച്ചുകളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റു നേതാക്കളുടെ വസ്ത്രങ്ങളുടെയോ ബാഗുകളുടെയോ പേരിലോ ഉണ്ടാകുന്ന വിമർശനങ്ങൾ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി കണക്കാക്കാവുന്നതാണ് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ വാദം. ഒരു നേതാവ് സ്വന്തം അധ്വാനം കൊണ്ടോ നിയമപരമായി ലഭിച്ച മാർഗങ്ങളിലൂടെയോ സമ്പാദിക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കണമെന്നത് പൂർണ്ണമായും അവരുടെ വ്യക്തിഗത കാര്യമാണ്. അവർക്ക് ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ടുവയ്ക്കുന്ന സോഷ്യലിസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ചെലവ് ചുരുക്കൽ എന്നീ ആശയങ്ങൾ ഭരണപരമായ നയങ്ങളെയും പൊതുവിഭവങ്ങളുടെ വിനിയോഗത്തെയും സംബന്ധിച്ചുള്ളവയാണ്. ഈ പ്രത്യയശാസ്ത്രങ്ങൾ പിന്തുടരാൻ ഒരു നേതാവ് വ്യക്തിഗത ജീവിതത്തിൽ ലളിതജീവിതം നിർബന്ധമായും പാലിക്കണമെന്ന് വാദിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ വാദം.